എടാ പണ്ടത്തെ ഒരു വൺ സൈഡ് ലവ് സ്റ്റോറി ഉണ്ട് എന്റെ മോനെ. ആലോചിക്കുമ്പോ ഇപ്പൊ ചിരി വരുന്നു. ഓക്കെ, ഞാൻ എന്റെ +2 കാലഘട്ടത്തിലെ കഥ പറയാം. എന്റെ ആദ്യത്തെ ട്രൂ ലവ്, വൺ സൈഡഡ് ലവ് സ്റ്റോറി. ഞാൻ +1 +2 പഠിക്കുന്ന കാലഘട്ടം. +1 വെച്ച് എനിക്കൊരു കുട്ടി ഇഷ്ടമായിരുന്നു. ആ കുട്ടിയുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, പേരറിയാത്തൊരു വെച്ച്, അവർക്ക് പേരില്ല. ഓക്കെ, എനിക്കൊരു കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ +1 വെച്ച് കണ്ട് എനിക്ക് സ്പാർക്കൊക്കെ വന്ന് ഇവള് കൊള്ളാലോ. ഓക്കെ, +1 വെച്ച് എനിക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കിങ്ങനെ പറയാനൊക്കെ പേടിയാണ്. ആ ഒരു ഫീലൊക്കെ ഇങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ നടന്ന്, ഒരാളുടെ ഇഷ്ടം തോന്നുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സുഖമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിങ്ങനെ നടന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് വേറൊരു പയ്യൻ ഇവളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ പോയി. ഇവളുടെ ചേട്ടനാണെങ്കിൽ കുറച്ച് സീനൊക്കെ ആക്കി അവൻ്റെ അടുത്ത്. അവൻ വേറൊരു ക്ലാസ്സിലെ പയ്യനായിരുന്നു കേട്ടോ, എനിക്ക് അറിയാവുന്ന ഒരു പയ്യനാണ്. ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവളോട് വലിയ കമ്പനി ഒന്നുമില്ല, ചെറുതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും, എന്നാലും അത്ര കമ്പനി ഒന്നുമില്ല. നമുക്കിതൊന്നും അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു കമ്പനി ഒന്നും ആയിട്ടൊന്നുമില്ല. അങ്ങനെ +1 കാലഘട്ടം കഴിഞ്ഞു പോകുന്നു, +2 എത്തുന്നു. +2 എത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ അറിയുന്നത് ഇവൾ മറ്റൊരു വ്യക്തിയുമായിട്ട് അഗാധ പ്രണയത്തിലാണ്. ഒരു 2 വർഷം എന്തോ ആയ ഒരു അഗാധ പ്രണയത്തിലാണ് എന്ന് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ എന്റെ ആഗ്രഹങ്ങളൊന്നും വിട്ടില്ല. ഞാൻ അപ്പോഴും ഇങ്ങനെ ഇവളെ മനസ്സിൽ കൊണ്ട് നടന്നു. അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഞാൻ പറയുന്നില്ല. എന്താണ്, പ്രേമിക്കുന്ന സമയത്ത്, ഒരാളുടെ ഇഷ്ടം തോന്നിയ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമല്ലോ. അങ്ങനെ ഞാനും കുറെ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. ഇവള് പോകുന്ന ബസ്സിൽ കയറുക, നോക്കുക, അങ്ങനെയൊക്കെ കുറെ ക്രിഞ്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇവളെ കാണാൻ വേണ്ടി ഇവള് പോകുന്ന ബസ്സിൽ പോവുക, താമസിച്ചൊക്കെ പോവുക, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞു, നമ്മൾ ഡിഗ്രി കയറി. നമ്മൾ രണ്ട് കോളേജിലാട്ടോ, ഇവള് വേറെ കോളേജ്, ഞാൻ വേറെ കോളേജ്. അപ്പോൾ ഒരു ഡിഗ്രി പകുതിയൊക്കെ ആയ സമയത്താണ് ഇവളുടെ നമ്പർ എനിക്ക് കിട്ടുന്നത്. നമുക്ക് പണ്ട് വാട്സപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡിഗ്രി പകുതിയൊക്കെ ആയപ്പോൾ ഇവളുടെ നമ്പർ കിട്ടുന്നു, മെസ്സേജ് അയപ്പ് തുടങ്ങുന്നു. എനിക്ക് സ്റ്റിൽ ഇഷ്ടമാണ്. 2.5 വർഷമായി നമ്മൾ വാട്സപ്പിൽ ചാറ്റൊക്കെ തുടങ്ങി, ഭയങ്കര മുടിഞ്ഞ് ചാറ്റിങ്. നമുക്കറിയാമല്ലോ, ഇഷ്ടമുള്ള ഒരാളുടെ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. ഞാനിങ്ങനെ ചറവാറ മെസ്സേജ് ഒക്കെ അയക്കും, ഒരുപാട് ഓവറായിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. ബാലചാബല്യങ്ങൾ. ഇവള് മെസ്സേജ് അയക്കുന്ന, ഇവളുടെ മെസ്സേജ് വരാൻ വേണ്ടി വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുക. മെസ്സേജ് വന്ന ഉടനെ അപ്പം തന്നെ എടുത്തു നോക്കി തിരിച്ച് മെസ്സേജ് റിപ്ലൈ കൊടുക്കുക. ഞാൻ ഭയങ്കര ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ അന്യായ ക്രിഞ്ചായിരുന്നു ഞാൻ. ഛർദ്ദിക്കാൻ വരുന്നത് എനിക്ക്. വാട്സപ്പിൽ മറ്റേ പണ്ടത്തെ ഇപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേ നമുക്ക് ആൾക്കാരുടെ മെസ്സേജ് ഇങ്ങനെ ലോക്ക് സ്ക്രീൻ ആയാലും ഇത് പോപ്പപ്പ് ആയിട്ട് ഫ്രണ്ടിൽ വരുന്ന പോലെ ആക്കിയിടാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവക്ക് പ്രത്യേക നോട്ടിഫിക്കേഷൻ ടോണ് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയണമല്ലോ, പ്രത്യേക നോട്ടിഫിക്കേഷൻ ടോണ്, മറ്റേ പോപ്പപ്പ് മെസ്സേജ് ഓൺ ആക്കി ഇടുക, മെസ്സേജ് പെട്ടെന്ന് കാണാൻ വേണ്ടി. അങ്ങനെ മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുക. അങ്ങനെ എന്തൊക്കെയോ പരിപാടികളായിരുന്നു. ഇവള് തിരിച്ച് മെസ്സേജ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറുപറാ മെസ്സേജ് അയക്കും. ചിലപ്പോൾ ഡബിൾ ടിക്ക് വീഡിയോ ആയിരിക്കും, പക്ഷെ ഇവള് കാണൂലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറേ മെസ്സേജുകൾ അടുപ്പിച്ചൊക്കെ അയക്കുമായിരുന്നു. കുറേ ഇങ്ങനെ നീളത്തിന് കുറേ മെസ്സേജുകളൊക്കെ. അത് അപരാധം. പിന്നെ ഇങ്ങനെ ചാറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവളുടെ റിലേഷനൊക്കെ പൊട്ടി, മൂലയ്ക്കായി ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓരേ ഒരു ചാൻസ് ഒക്കെ ഉണ്ട്, കൊച്ചു ബ്രേക്കപ്പ് ആയി, കൊള്ളാം. നമ്മളിങ്ങനെ ഭയങ്കര അഭിനയിക്കാനുള്ള, നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും നമ്മളത് പുറത്ത് കാണിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ അയ്യോ കഷ്ടമായി പോയല്ലോ, എന്താ പറ്റിയേ, എപ്പോഴാ സംഭവിച്ചേ, എന്തിനാ ഇതൊക്കെ കളഞ്ഞേ. നമ്മൾ ഭയങ്കര വിഷമം, നമ്മൾ ഭയങ്കര സെന്റിയടി കൊച്ചിന്റെ കൂടെ, ഉള്ളിൽ ഭയങ്കര ചിരി. ഉള്ളിൽ ധനുഷിന്റെ പാട്ടൊക്കെ ഇട്ട് വൻ ഡാൻസ് കളി. എന്നിട്ട് വീണ്ടും നമ്മൾ സെന്റിയൊക്കെ അടിച്ച് കുറേയൊക്കെ നടന്ന് ഭയങ്കര ചാറ്റിങ്, നമ്മൾ കട്ട ചാറ്റിങ് ഒക്കെ, ഭയങ്കര ചാറ്റിങ് ഒക്കെ. എന്നിട്ട് ഫസ്റ്റ് ഇയർ അവസാനിക്കാറായ സമയത്ത് ഞാൻ ഇവളോട് പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, എനിക്ക് ഇതിനെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. മറ്റേ കഥകൾ, +1 തൊട്ടുള്ള കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് ഇതിനെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ അവള് പറഞ്ഞു, എടാ, ഇവളങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഒരു ലൈനല്ല പറഞ്ഞു. ഇവള് പറഞ്ഞു, എടാ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇതിൽ താല്പര്യമില്ല, എനിക്ക് ഞാൻ അങ്ങനെ റിലേഷനൊന്നും ആവാനൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. മോനെ എനിക്ക് വിഷമായി. വൺ സീറ്റ് ഞാൻ എന്നിട്ട് വെക്ക്, നമ്മൾ അത്ര വിഷമായി എന്ന് ഇവളെ അറിയിക്കരുതല്ലോ. അപ്പൊ ഞാൻ മെസ്സേജ്, എടി ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ ഇനി നമ്മളോട്ടുള്ള കോണ്ടാക്ട് ഒന്നും നിർത്തരുത്, നമ്മൾ പഴയ പോലെ തന്നെ ആയിരിക്കണം. കരഞ്ഞുകൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്, വിഷമിച്ച് കരഞ്ഞ് മൂക്കളൊക്കെ ഒലിപ്പിച്ച് അയ്യോ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവള് സമ്മതിച്ചു, എടാ അതൊന്നും സീനില്ല, സെറ്റ് നമ്മൾ പഴയ പോലെ തന്നെ ആയിരിക്കും. എന്നിട്ട് ഞാൻ ഹാർട്ട് ബ്രേക്ക് ആയി, വൻ ശോകം. ഇരുന്ന് കരഞ്ഞ് വിഴിഞ്ഞ് കെട്ടിലെ കിടന്ന് മുടിഞ്ഞ കരച്ചില്, ഒരു 2 ദിവസം നീണ്ടു നിന്ന കരച്ചിലായിരുന്നത്. എന്റെ അമ്മോ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ കിടന്ന് കരച്ചിലെന്നൊക്കെ പറഞ്ഞ അന്യായ കരച്ചില്ല. എനിക്ക് എന്നെ പണ്ട് കാണാൻ വലിയ മെനയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഭാവിയിൽ എന്റെ ഫോട്ടോകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇവൻ വലിയ ഷാരൂഖ് ഖാൻ ആയല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ശരിക്കും എന്നെ ഇപ്പൊ കാണാൻ അത്യാവശ്യം മെനയൊക്കെ ഉണ്ട്. പണ്ടത്തെ +1 +2 ഡിഗ്രി കാലഘട്ടം വെച്ച് നോക്കുമ്പോ ഉണ്ടല്ലോ, കണ്ടാ നിങ്ങൾ തലതല്ലി ചാവും. അമ്മാതിരി ധാരണ വരും, അമ്മാതിരി സീനായിരുന്നു ഞാൻ പണ്ട്. അപ്പൊ എനിക്ക് കോംപ്ലക്സ് അടിച്ചു. ഇവളെ കാണാനാണെങ്കിൽ അത്യാവശ്യം കൊള്ളാം. ഞാനപ്പോൾ എന്താണ് വിചാരിക്കുന്നത്, എന്നെ കാണാൻ കൊള്ളാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഓർത്തോർത്ത് കരയുമായിരുന്നു. സംഭവം ഞാൻ ഇതിങ്ങനെ മനസ്സിലിങ്ങനെ വീണ്ടും ഇട്ടിട്ട് എനിക്ക് വലിയ കളറൊന്നും ഇല്ല എന്ന് വിചാരിക്കും. എനിക്ക് കളറില്ലാത്തതുകൊണ്ടാണ് ഇവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്, എന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ടാണ് ഇവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്, എന്നെ കാണാൻ ഒരു കാശിന് കൊള്ളൂല, ഞാൻ എന്ത് ചെയ്യും. എന്റെ മെയിൻ വിഷമം അതായിരുന്നു, എന്നെ കാണാൻ കൊള്ളാത്ത കാരണമാണ് ഇവൾ, എനിക്ക് കളറില്ലാത്ത കാരണമാണ് ഇവൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് എന്ന് അങ്ങനെ ഒരു കോംപ്ലക്സ് അടിച്ച്. അങ്ങനത്തെ കോംപ്ലക്സ്, ആ സംഭവം ഇങ്ങനെ ഓർത്തോർത്ത്
ഓർത്ത് ഞാൻ കരയുമായിരുന്നു. മറ്റേ വെളുക്കാനുള്ള ക്രീം, പണ്ട് മറ്റേ ഗോരി, ഫൈസ ഇതുപോലത്തെ ക്രീമുകളൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാലമാണ്. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ ഫുള്ള് വെളുക്കാനുള്ള റെമഡികൾ നോക്കുക, ഹോം റെമഡികൾ നോക്കുക, അതൊക്കെ പരീക്ഷിക്കുക, ക്രീമുകളുടെ വില നോക്കുക, ക്രീമിന് പകരം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുക, അങ്ങനെ കംപ്ലീറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ അപ്പോഴും എന്റെ മറ്റേ ആ സംഭവം പോയിട്ടില്ല. എനിക്ക് ഇവളോടുള്ള ഇഷ്ടമൊന്നും കുറഞ്ഞിട്ടില്ല. എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് ഫീൽ ആയിരുന്നു. എനിക്ക് എന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ടാണ് ഇവളിങ്ങനെ പറഞ്ഞെന്നുള്ളൊരു എന്നോട് തന്നെ ഉള്ളൊരു എന്നെ തന്നെ ഒരു വിലയില്ലാത്തൊരു മൈൻഡ് ആയിരുന്നു എന്റെ. അപ്പോഴും ഇവളോട് ചാറ്റിംഗ് ഉണ്ട്, പഴയ പോലെ തന്നെ ഇവള് മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുക, തിരിച്ച് റിപ്ലൈ കൊടുക്കുക, സെയിം സംഭവം തന്നെ കണ്ടിന്യൂഷൻ. അങ്ങനെ ആയിട്ട് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ 2019 ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ഞാൻ വീണ്ടും ഇവളോട് ചോദിച്ചു, എടി എന്താണ് തീരുമാനം? അപ്പോൾ ചോദിച്ചു, എന്തിനെ പറ്റി നീ പറയുന്നത്? എടി അത് ഞാൻ എന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടോ, എനിക്ക് ഇതിനെ ഇപ്പോഴും ഇഷ്ടമാണ്, എന്തെങ്കിലും നിന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടോ? വീണ്ടും പ്രപ്പോസൽ അവതരിപ്പിച്ചു. അത് ആലോചിച്ചാൽ ഓർത്തിരിക്കാൻ പറ്റിയ ദിവസം വാലന്റൈൻസ് ഡേ. എന്തൊക്കെ ക്രിഞ്ചൊക്കെയാണോ എന്തോ. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് പോയി പ്രപ്പോസ് ഒക്കെ ചെയ്യുന്നു, വീണ്ടും റിജക്ഷൻ. അവൾ വീണ്ടും പറഞ്ഞു, എടാ എനിക്ക് സ്റ്റിൽ താല്പര്യമില്ല. വീണ്ടും എന്റെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഒക്കെ അടിച്ചു കയറി തലമണ്ട വന്ന് അഗെയിൻ ഹാർട്ട് ബ്രേക്ക്. മോനെ രണ്ടാമത്തെ വട്ടവും ഫസ്റ്റ് വട്ടവും കിടന്ന് കുറെ കരഞ്ഞ്, രണ്ടാമത്തെ വട്ടം അതിലേക്കാ കൂടുതൽ കരച്ചില്. അയ്യോ, എന്റെ ചിന്ത എന്നെ കാണാൻ കൊള്ളില്ല, എനിക്കൊരു വില കൊടുക്കാത്ത രീതിയിലുള്ള മൈൻഡ് ടോക്കൊക്കെ, ആ കാര്യങ്ങൾ ഓർത്താണ് ഞാൻ കരയുന്നത്. അയ്യോ മൈരി ലുക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി സാധനങ്ങളൊക്കെ വെച്ചുള്ള കരച്ചില്. പിന്നെയും കുറെ ദിവസം ഇരുന്ന് കരഞ്ഞു. അപ്പോ മറ്റേ ഡയലോഗ്, ഞാൻ പണ്ട് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ഡയലോഗ് അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് കോണ്ടാക്ട് ഒന്നും ബ്രേക്ക് ചെയ്യരുത്, നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കണം. ആ ഒരു സെറ്റപ്പിലോട്ട് വന്നു. ഞാൻ ഓക്കെ പറഞ്ഞു, കരഞ്ഞോട് പറയാം ഓക്കെ ഫ്രണ്ട് കരഞ്ഞ് വീഴിഞ്ഞു ഓക്കെ ഒക്കെ പറഞ്ഞ് വീണ്ടും 2-3 ദിവസമൊക്കെ ഇരുന്ന് മുടിഞ്ഞ കരച്ചില്. എന്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല. എനിക്കിപ്പോഴും ഇവളെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ഞാൻ വീണ്ടും ഇവക്ക് മറ്റേ ചറവറ മെസ്സേജുകൾ അയക്കും, ഇവള് അയക്കാനുള്ള മെസ്സേജിന് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ആ ഒരു ലൈനിൽ തന്നെയാണ് പോകുന്നത്, ഒരു മാറ്റമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കി പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഞാൻ വാങ്ങുന്നത് കംപ്ലീറ്റ്ലി ഫോർ പ്രൊജക്ട് പർപ്പസസ്. പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കിയ ഒരു ലാപ്ടോപ്പ് ഒക്കെ വാങ്ങുന്നു. വാങ്ങി ആ ഫസ്റ്റ് ദിവസം തന്നെ ഫാർ ക്രൈ ന്യൂ ഡോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഗെയിമുകൾ തുടങ്ങുന്നു. പ്രൊജക്ട് ചെയ്യാൻ വാങ്ങിയ ലാപ്ടോപ്പിൽ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങുന്നു, വീട്ടിൽ വൈഫൈ എടുക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വാലോറന്റ് എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു വെടല കൂട്ടുകാരനുണ്ട്, പാവൻ ചെറുക്കൻ, അവൻ എന്നോട് പറഞ്ഞു, എടാ മോനെ വാലോറന്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, നമുക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെയൊക്കെ നിർബന്ധിച്ച് വാലോറന്റ് ഒക്കെ എടുപ്പിച്ച് നമ്മൾ രണ്ടുകൂടെ ഗെയിം കളി തുടങ്ങി. ഫുൾ ടൈം ഗെയിമിലോട്ട് അങ്ങ് ഇറങ്ങി. അമ്മ ചായ കൊണ്ട് അടുത്ത് വെച്ച് തരും, ചായ കുടിക്കും, ബിസ്ക്കറ്റ് വേണം. ഉച്ചയ്ക്ക് ചോറ് അമ്മ കൊണ്ട് തരും, ഞാൻ അടുത്ത് സൈഡിൽ വെക്കും, സ്പൂണൊക്കെ വെച്ച് ചോറ് തന്നുകൊണ്ട് ഗെയിം കളിക്കും. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ്ലി ഗെയിമിന് അഡിക്റ്റ് ആയി. ഞാൻ രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ ഗെയിം കളി. രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അച്ഛൻ സീനാക്കും, അതുകൊണ്ടാണ് രാത്രി ഉറങ്ങുന്നത്. അല്ലെങ്കിൽ രാത്രി ഉറങ്ങാതെ ഗെയിം കളിച്ചേനെ. ഗെയിമിന് ഭയങ്കര കംപ്ലീറ്റ്ലി അഡിക്റ്റ് ആയി. അപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഫോൺ എടുക്കാതെ ഇവള് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രാത്രി ആയിരിക്കും ചിലപ്പോൾ തിരിച്ച് മെസ്സേജ് അയക്കുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ. ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്വിച്ച് ആയി. മെസ്സേജുകളുടെ ഫ്രീക്വൻസി കുറഞ്ഞു, ഗോസ്റ്റിംഗ് എന്നൊരു സ്റ്റേജിലേക്ക് എത്തി. ഇവക്ക് മെസ്സേജ് അയക്കണ്ട എന്ന് വിചാരിച്ച് മെസ്സേജ് അയക്കാതിരുന്നതല്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. കംപ്ലീറ്റ്ലി ഗെയിമിന് അഡിക്റ്റ് ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി എനിക്ക് ഇവളോടുള്ള ആ ഒരു ക്രഷ് ഫീൽ ഉണ്ടല്ലോ, വൺ സൈഡഡ് ലവ് ഫീൽ, അത് കംപ്ലീറ്റ്ലി ഇല്ലാതായി. ഞാൻ ഫുൾ ടൈം ഗെയിം ഫോക്കസ്ഡ് ആയി. പക്ഷെ എനിക്കിപ്പം ഓർക്കുമ്പോൾ ഗെയിമിന് അഡിക്റ്റ് ആയത് എന്തുകൊണ്ട് നന്നായി എന്ന് തോന്നുന്നു. ഗെയിമിന് അഡിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മൂഡേ ഫുള്ള് മാറി, മൈൻഡ് കംപ്ലീറ്റ്ലി മാറി. പിന്നീട് റിലേഷൻഷിപ്പിലാവണം എന്നൊരു ഫീൽ എനിക്ക് വന്നിട്ടില്ല. റിലേഷൻഷിപ്പ് എന്ത് മൈൻഡ്, പ്രേമം അങ്ങനെ ഒരു ഫീല് ആരോടും തോന്നാതെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി. ലസ്റ്റ് ഉണ്ട്, പക്ഷേ ലവ് എന്നൊരു ഫീൽ ഇല്ലാണ്ടായി. വിചരിച്ച് നടക്കണമെന്നൊരു മൈൻഡ് ആയിരുന്നു എൻ്റെ. ഇവള് റിജക്ട് ചെയ്തത് കൊണ്ടല്ല എൻ്റെ മൈൻഡ്, ഇനി പ്രേമമേ വേണ്ട, ഇവളെ കിട്ടിയില്ല, ഇനി ആരെ ഞാൻ പ്രേമിക്കില്ല, അങ്ങനെ ഒരു മൈൻഡിലേക്ക് അതുകൊണ്ടല്ല ഞാൻ വന്നത്. എന്തോ ഗെയിമുകളിലൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഗ്രാജുവലി എൻ്റെ മൈൻഡ് ചേഞ്ച് ആയി പോയതാണ്. പിന്നെ ഇപ്പോഴത്തെ റിലേഷൻ അത് എങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ അങ്ങ് ആയി പോയതാണ്. ഞാൻ പോലും വിചാരിച്ചല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു ഒരു റിലേഷനൊന്നും ആവണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇതിങ്ങനെ ഒരു ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാണ്. ആ കഥ ഞാൻ ഭാവിയിൽ പറഞ്ഞുതരാം.